ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ജിത്തു ജോസഫ് സിനിമ വരുന്നു. മലയാളി പ്രേക്ഷകർ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ആ ഒരു സിനിമയും, മിറാഷ്. അതെ, ആസിഫ് അലി നായകനായി എത്തിയ ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സിനിമ ഇന്ന് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചപ്പോൾ മികച്ച രീതിയിലുള്ള അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അനദർ സ്റ്റണ്ണിങ് ക്രൈം ത്രില്ലർ ഫ്രം ജിത്തു ജോസഫ് യെറ്റ് എഗെയിൻ എന്നുള്ളതാണ് ആദ്യ കമൻറ്റുകൾ പുറത്തു വരുന്നത്. പിന്നീട് മൂവി തുടങ്ങുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റോറിയിലേക്ക് തന്നെയാണ്. കൂടുതൽ സ്പോയിലറും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ പറഞ്ഞു പോകാം. എന്താണെങ്കിലും ഓഡിയൻസിനെ നമ്മളെ എന്താ പറയണേ, മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലർ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. പയ്യെ സിനിമ പിക്ക് ചെയ്യുന്നു, പിന്നീട് ഇൻ്റർവെൽ പഞ്ചിലേക്ക് നമ്മളെ ഞെട്ടിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഷിഫ്റ്റ് ഗിയർ മാറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഞെട്ടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. വീണ്ടും അപർണ ബാലമുരളിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രത്തിന് ശേഷം. ആസിഫ് അലി തികച്ചും സാധാരണ നമ്മളിങ്ങനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും മികച്ച രീതിയിൽ തന്നെയാണ് വരുന്നത്. ഈ വർഷത്തെ 4ാമത്തെ സിനിമയാണ്. ഇവിടെയും ഈ ഒരു റോൾ അദ്ദേഹം അതിഗംഭീരമാക്കിയിരിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടറായിട്ട് വരുന്നു, ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടറായിട്ട് വരുന്നു അദ്ദേഹം. എന്തായാലും വിഷ്ണു ശ്യാമിൻ്റെ മ്യൂസിക്കും ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ പോവുകയാണ്. നല്ല പേസുള്ള ഒരു ത്രില്ലർ. സെക്കൻഡ് ഹാഫ് കിടുക്കി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇൻ്റർവെൽ പഞ്ച് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്, പ്രത്യേകിച്ച് ജിത്തു ജോസഫിൽ നിന്ന്. അതൊരു അൺപ്രഡിക്റ്റബിൾ സീക്വൻസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാനുണ്ട്. എന്താണ്, ക്ലൈമാക്സും പൊളിയാണ്. അതിനകത്തിൽ ഗംഭീര ട്വിസ്റ്റും കാര്യങ്ങളും ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് അവർ ഈ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നത്, അത് അക്ഷരം പ്രതി ശരിയാക്കുന്നു, അതിന് മുകളിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഓവറോൾ ഒരു കിടുക്കൻ പടമാണ്. തീർച്ചയായും നമുക്ക് ബിഗ് സ്ക്രീനിൽ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ചിത്രം തന്നെയാണ്. പ്രത്യേകിച്ച് സ്പോയിലേഴ്സ് ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം.